ഒരു യോദ്ധാവിന് മുമ്പിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഭയന്നോടി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. യുദ്ധത്തിൽ തോൽവി അറിയാത്ത യോദ്ധാവ് കാലയവനൻ. കാലയവനന് ഒരു മഹർഷിയുടെ വരമുണ്ടായിരുന്നു. യുദ്ധത്തിൽ മനുഷ്യനും ദേവനും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വരം. അവൻ കൃഷ്ണനെ വെല്ലുവിളിച്ചു. പക്ഷേ കൃഷ്ണൻ വാളുയർത്തിയില്ല. അവൻ തിരിഞ്ഞു നടന്നു. ഭയം കൊണ്ടല്ല, തന്ത്രം കൊണ്ടാണ്. കാലയവനൻ ക്രോധത്തിൽ അന്ധനായി പിന്തുടർന്നു. മലകളിലൂടെ, ഇരുട്ടിലൂടെ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക്. കൃഷ്ണൻ അകത്തു കടന്നു. ഗുഹയുടെ ആഴത്തിൽ ഒരു രാജാവ് ഉറങ്ങിക്കിടന്നു, മുജുകുണ്ടൻ. ദേവന്മാർക്കായി വർഷങ്ങളോളം അസുരന്മാരെതിരെ യുദ്ധം ചെയ്ത മഹാരാജാവ്. അവന്റെ ശരീരം ക്ഷീണിച്ചപ്പോൾ ദേവന്മാർ അവനോടൊരു വരം ചോദിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞതൊന്നു മാത്രം: എനിക്ക് ഉറങ്ങണം. എന്നെ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയാൽ അവൻ എൻ്റെ ദൃഷ്ടിയാൽ നശിക്കട്ടെ. അത് ദേവന്മാർ സമ്മതിച്ചു. ഇപ്പോൾ ആ ഗുഹയിൽ ഉറങ്ങിക്കിടന്നിരുന്നത് അതേ മുജുകുണ്ടനായിരുന്നത്. കൃഷ്ണൻ അവനെ കണ്ടു. അവൻ തൻ്റെ മേലങ്കി നീക്കി മുജുകുണ്ടന്റെ മേൽ വിരിച്ചു. അവൻ പിന്നോട്ട് ഇരുട്ടിലേക്ക് മാറി നിന്നു. അപ്പോഴേക്കും കാലയവനൻ ഗുഹയിൽ കയറി. അവൻ ചുറ്റും തിരഞ്ഞു. മുന്നിൽ കിടന്നിരുന്ന രൂപം കണ്ടു. അത് കൃഷ്ണൻ തന്നെയെന്ന് കരുതി. അഹങ്കാരത്തിൽ അന്ധനായ അവൻ ഉറങ്ങിക്കിടന്ന രാജാവിനെ കാൽ കൊണ്ട് ആഞ്ഞു ചവിട്ടി. ഒരു നിമിഷം നിശബ്ദത. മുജുകുണ്ടൻ കണ്ണു തുറന്നു. ആ ദൃഷ്ടി മതി. ദിവ്യ അഗ്നി പടർന്നു. കാലയവനൻ അവിടെ തന്നെ ചാരമായി. ഗുഹയുടെ വാതിൽക്കലിലേക്ക് കൃഷ്ണൻ ശാന്തമായി നടന്നു. യുദ്ധം ചെയ്തില്ല, വാൾ ഉയർത്തിയില്ല, പക്ഷെ ജയിച്ചു. അവൻ ബലത്തെ ജയിച്ചത് ബലത്തോടെ അല്ല, തന്ത്രത്തോടെ. കൃഷ്ണൻ യോദ്ധാവിനേക്കാൾ വലിയവൻ, തന്ത്രജ്ഞൻ.